يا حضرة سيدنا مصطفى محمد صلى الله عليه وسلم سيدنا وكرم سلطان محيدين عبد القادر الجيلاني قدس الله سره العزيز سيدنا سلطان العارفين سيد محمد الكبير الدفاعي قدس الله سره وإلى حضرات جميع مشائخنا في سلسلة القادرية رضي الله عنهم. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين رب اغفر لي آمين. يا قوم أجيبوا നിങ്ങൾ ഉത്തരം നൽകണം. ദാഇയല്ലാഹി അല്ലാഹുവിൻ്റെ പ്രബോധകർക്ക്, അല്ലാഹുവിൻ്റെ ദീൻ പ്രബോധനം നടത്താൻ വരുന്നവർക്ക് ഉത്തരം നൽകണം. ദാഇയല്ലാഹി അസ്സ വജല്ല അദ്ഉക്കും റസൂലുള്ളാഹി പറയാണ്, ഞാൻ നിങ്ങൾ ക്ഷണിക്കുന്നത് ഇലാ ബാബിഹി അല്ലാഹുവിലേക്കാണ്, വതഅതിഹി അവന് വഴിപ്പെടുന്നതിലേക്കുമാണ്. ലാ അദ്ഉക്കും ഇലാ നഫ്സി, ഞാൻ എൻ്റെ നഫ്സുകളെ വിളിക്കുന്നില്ല. അൽ മുനാഫിഖു ലൈസ യദ്ഉൽ ഖൽഖ ഇലല്ലാഹി അസ്സ വജല്ല, മുനാഫിഖീങ്ങൾ അല്ലാഹുവിനെ ക്ഷണിക്കുന്നത് അല്ലാഹുവിലേക്കല്ല. ഹുവ ദാഇൻ ഇലാ നഫ്സി, അവൻ അവന്റെ കാര്യങ്ങൾക്ക് വേണ്ടി ആൾക്കാരെ ക്ഷണിക്കുകയാണ്. ഹുവ താലിബുൽ ഹുലൂൽ, അവൻ വല്ല ദുന്യവിയായ നേട്ടങ്ങൾ കിട്ടുമോ, വൽ ഖബൂൽ, ജനങ്ങൾ സ്വീകരിക്കുമോ എന്നൊക്കെ ചിന്തിച്ച് നിൽക്കുന്നവനാണ് അവൻ. മനസ്സിലായില്ലേ? അപ്പം യാ ജാഹിൽ തത്റുകു സമാഅ ഹാദൽ കലാം, എൻ്റെ ഈ സംസാരം കേൾക്കുന്നതിന് നീ എന്ത് ചെയ്തോ, നീ ഒഴിവാക്കിക്കോ. കാരണം നീ ദുനിയാവിനെ അന്വേഷിച്ച് ഇങ്ങനെ നടക്കുന്നവനാണ്. ദുനിയാവിന്റെ തേട്ടക്കാർക്ക് ഇത് പറ്റില്ല എന്ന് പറയുന്നതിന്റെ അർത്ഥം സൗമാറ്റിക്ക, എന്റെ കൂടാരത്തിൽ നീ കയറിയിരുന്നു. മായ നഫ്സിക്ക, അതെന്റെ നഫ്സം അങ്ങനെ കയറി കിടന്നു. തഹ്താജു അവലൻ, ആദ്യമായി നീ ആവശ്യമാകുന്നതില സുഹബത്ത് ശുയൂഖ്, വലിയ വലിയ ശൈഖന്മാരുമായി കണ്ടുള്ള സഹവാസത്തിലേക്കാണ്. വഖത്ലിൻ നഫ്സ്, നഫ്സിനെ ഇച്ഛകളെ മുറിച്ചു കളയണം. വത്തബഈ, നിന്റെ പ്രകൃതിയും. വമാ സിവൽ മൗല അസ്സ വജല്ല, അസ്സ വജല്ലയായ അല്ലാഹു ആകുന്ന അല്ലാത്ത എല്ലാത്തിനെയും മനസ്സിലായില്ലേ? അതിനൊക്കെ മുറിച്ചു കളയണം. എന്നിട്ട് നീ എന്ത് ചെയ്യണം? തൽസം ബാബദവരിഹിം, ഈ വലിയ മശായിഖന്മാർ അവരുടെ വീടുകളുടെ വാതിൽക്കലേക്ക് നീ പോകണം. ശൈഖന്മാരെന്ന് അറിയണം, കള്ള ശൈഖന്മാർക്കൊന്നും പോകല്ല. അതിൻ്റെ അടുത്ത് ثم بعد ذلك تنفرد عنهم وتقعد في صومتك صومعتك صومعتك وحدك مع الحق عز وجل. ശൈഖന്മാരുമായി ബന്ധപ്പെടുമ്പം അവർ പലതും തരും, പിന്നെ വീട്ടിൽ കുത്തിരുന്ന കുഴപ്പമില്ല, പിന്നെ അള്ളാഹു നീ മതി. ഫിനാ തമ്മ ഹാദാലക്ക, ഇത് നിനക്ക് താമാകുമ്പോഴാണ് സിർത്ത നീയാകും ദവാ ലിൽ ഖൽഖ്, സൃഷ്ടികൾക്ക് ചികിത്സകനാകും നീ. പക്ഷേ ചികിത്സിക്കുന്നവൻ, സൃഷ്ടികൾക്ക് മാർഗദർശിയാകുന്നവൻ എന്ത് വേണമെന്നാ പറഞ്ഞത്? ആദ്യം തന്നെ ശരീരത്തിന്റെ ഇച്ഛകൾ മാറ്റി വലിയ മശായിഖന്മാരുമായി കൊണ്ട് ബന്ധപ്പെട്ടു. താലിബൻ ശൈഖൻ യുറബ്ബി നാഇലൻ തൗഫീഖ റബ്ബി എന്ന മഹാനായ ഇലക്കാണ് ഉപരെ പറ്റി പറഞ്ഞില്ലേ?
شاربا علم لدني ذاك من نفحات ربي ശംസുൽ മോഹറെ പറ്റി പറഞ്ഞാണല്ലോ. അതിലേക്കാളും മുമ്പെന്ന് പറഞ്ഞ വലിയ വലിയ മഹാൻ അവർക്കുള്ള ഉറൂസ് ഇപ്പം നടക്കണം. അള്ളാഹ് അവർക്ക് ദർജ ഏറ്റി കൊടുക്കട്ടെ വീണ്ടും വീണ്ടും. അതിലേക്കാളും മുമ്പ് ജൈനുദ്ദീൻ മഖ്ദൂം തങ്ങളുടെ പരമ്പരയിൽപ്പെട്ടവരാണ്. കള്ള ശൈത്താന്മാര്, കള്ള ശൈഖന്മാര് കള്ളനാണോ നല്ലവനാണോ എന്ന് മനസ്സിലാക്കാൻ മൂപ്പരെ മൃഗം പിടിച്ചാൽ മനസ്സിലാക്കി തരും. മൂപ്പര് തന്നെ അവനൊരു മാർഗം തുറന്നു. അങ്ങനത്തെ വലിയ ആൾക്കാരാണ്, വലിയ ആൾക്കാരിൽ പെട്ട ആളാണ് മഹാനായ അയലക്കാട് മൂപ്പർ. എന്നാൽ വളരെ കരുണയുള്ള ആളും. ഏത് കള്ളന്മാരും മൂപ്പരുടെ മുന്നിൽ വന്ന് മുട്ടുകുത്തി പോകും. മനസ്സിലായില്ലേ? കാരണം അത്രത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹുമാനിച്ച് ആദരിച്ചൊരു വ്യക്തിയാണ് അയലക്കാട് മൂപ്പർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അസ്സലാമു അലൈക അയ്യുഹൻ നബി എന്ന് പറയുമ്പം റസൂലുള്ളാഹിന്റെ സലാം അടക്കാതെ പിന്നെ അടുത്തത് പറയില്ല എന്നോ ചരിത്രത്തിൽ കാണുന്നത് അവർക്കുള്ള. അവരെ സംബന്ധിച്ചുകൊണ്ട് അയലക്കാട് മൂപ്പർ എഴുതി. അയലക്കാട് മൂപ്പരെ പറ്റിയാണ് ശംസുൽ ഉലമ പറഞ്ഞത് ഒരവസരത്തിൽ, ആർക്കെങ്കിലും അള്ളാഹിന്റെ ഖൽഖിൽ നിന്ന് ആർക്കെങ്കിലും സുജൂദ് ചെയ്യാൻ അനുവാദം കിട്ടിയെങ്കിൽ അയലക്കാട് മൂപ്പര് സുജൂദ് ചെയ്യുമായിരുന്നു. മനസ്സിലായോ? അപ്പൊ അത് വളരെ വലിയ മനുഷ്യനാണ് അയലക്കാട് മൂപ്പർ. മാനാസിയം റളിയല്ലാഹു അൻഹു ഖുത്ബുൽ ആലം അവരിങ്ങനെ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ നടന്ന് സുജൂദ് ചെയ്യുന്നൊരു അവസ്ഥ ഉണ്ടായിരുന്നു. അങ്ങനെ സുജൂദ് ചെയ്ത സ്ഥലമാണ് ഇപ്പൊ നമ്മുടെ മർക്കസ് സഖാഫത്ത് സുന്നിയ നിൽക്കുന്നത്. മനസ്സിലായില്ലേ? വലിയ വലിയ മഹാന്മാരാൽ കെട്ടിപ്പടുക്കപ്പെട്ടതാണത്. അവർക്കുള്ള പാദസ്പർശനവും സുജൂദൊക്കെ വീണ സ്ഥലമാണ് മർക്കസ്. അപ്പൊ ആര് കുറ്റം പറയുമ്പോൾ എന്തെങ്കിലും പറഞ്ഞു കൂട്ടുന്നത്? നമ്മള് നന്നായി നമുക്കുള്ള. അങ്ങനെ ഒരവസരത്തിൽ അങ്ങനെ പറമ്പിൽ ബസാറിലെ കുടുംബത്തിൽ പോയി, ഇക്കാട് കുടുംബത്തിൽ പോയി എല്ലാ റൂമിലും സുജൂദ്, എല്ലായിടത്തും സുജൂദ് ചെയ്തിട്ട് പറഞ്ഞതാണ്. ഇന്നലെ ഇപ്പം അവിടുന്ന് ഹുസൈൻ മൗലവി പറഞ്ഞു കേട്ടാണ്. ഞാൻ നമുക്ക് സനതൊന്നുമില്ല. ഇന്നലെ അവിടെ മക്കാമിലാണ്ടാണ്. അപ്പൊ അയലക്കാട് മൂപ്പരെ പറ്റിയിട്ട് സഈദ് മുസ്ലിയാർ എന്നാണ് പറയുന്നത്. സഈദ് മുസ്ലിയാർ നിങ്ങൾക്ക് എല്ലാവർക്കും അസ്സലാമു അലൈക്കും പറഞ്ഞിട്ടുണ്ട് എന്ന് കുടുംബക്കാരോടൊക്കെ ഇങ്ങനെ പറയും. ഖുത്ബുൽ ആലമായതുകൊണ്ട് പിന്നെ അവർക്ക് ഈ മറയൊന്നുമില്ലല്ലോ, എല്ലാം കശ്ഫാണ്. അപ്പൊ അങ്ങനെ പറഞ്ഞ് അയലക്കാട് മൂപ്പര് നിങ്ങളെന്നെ ഏറ്റെടുത്തിരിക്കുകയാണ്, ഞമ്മക്ക് ഇവിടെ ഒന്നും അധികാരം ഇല്ല എന്നൊക്കെ പറഞ്ഞ് മൂപ്പര് പറഞ്ഞു എന്ന് ഹുസൈൻ മൗലവി ചെറുപ്രായത്തിൽ കേട്ട ചരിത്രം ഇന്നലെ അവിടെ ആണ്ടിന് പറയുന്നുണ്ടായിരുന്നു. അപ്പൊ വലിയ വലിയ മശായഖന്മാരെ തേടി നടന്നു മഹാനായ അയലക്കാട് മൂപ്പര് ഒരുപാട് സ്ഥലങ്ങളിൽ ആത്മീയമായിട്ട് ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ചരിത്രത്തിലൊക്കെ അങ്ങനെ ഒരുപാട് കാണുന്നുണ്ട്. അതാപ്പോ പറഞ്ഞത് അശ്ശയൂഖ് തൽസം ബാബ ദുവരിയും അയനി അശ്ശയൂഖ് സുമ്മ ബഅദ ദാലിക, അതെല്ലാം കഴിഞ്ഞ പിന്നെ തൻഫിരിദു അൻഹും വതഖഉദു ഫീ സൗമഅതിക വഹദക മഅൽ ഹഖ് അസ്സ വജൽ. അങ്ങനെ അയലക്കാട് മൂപ്പർ വളരെ ഖഫിയായ നിലയിൽ ജീവിച്ച ആളാണ്. പിന്നെ ഈ കള്ള ശൈഖന്മാരിറങ്ങി, കള്ള തരീഖത്തുകാരിറങ്ങി, എവിടെ നിന്നും രണ്ട് ദിക്റും ചൊല്ലിയിട്ട് വല്ല ജിന്നിനെയും സ്വാധീനിച്ച് അങ്ങനെ ജിന്ന് മനുഷ്യന്മാരെ ഈമാൻ കൊണ്ടുപോകുന്നത് മനസ്സിലാക്കിയപ്പോൾ മൂപ്പർ രംഗപ്രവേശനം ചെയ്തതാണ്. വലിയ ആലിമീങ്ങളെയൊക്കെ ജിന്ന് പറ്റിക്കുന്നത് മൂപ്പർ കശുവിൽ കൂടി മനസ്സിലാക്കിയപ്പോഴേ മൂപ്പർ രംഗപ്രവേശനം ചെയ്തതാണ്. അങ്ങനെയൊക്കെ ആ മൗലവി കിതാബിലൊക്കെ ഉണ്ട്. അവരുടെ ആണ്ടൊക്കെ നടക്കുകയാണ്. അവരുടെ ഏറ്റവും വലിയ മുരീദായ ഉമറാനി പാപ്പയുടെയൊക്കെ മഹാനായ പസോട്ട് തങ്ങളെ, അങ്ങനെ ഒരുപാട് ഞാൻ പലപ്പോഴും പറഞ്ഞില്ലേ ഗ്രൂപ്പിൽ, അവർക്കൊക്കെ യാസീനോദി അവരുടെ എല്ലാം ദർജ അല്ലാഹു ഉയർത്തി കൊടുക്കട്ടെ. فإذا تم ذلك صرت دواء للخلق هاديا مهديا بإذن الحق. സ്വന്തം ഹിദായത്ത് കിട്ടിയവനും ഹിദായത്ത് ആക്കുന്നവനും ഇതെല്ലാം അല്ലാഹുവിന്റെ അനുമതിയോടുകൂടെ. അൻത ലിസാനുക്
വരിഅൻ വഖൽബുക ഫാജിറുൻ. ശൈഖുല്ലാഹ് പറയുന്നു, നിന്റെ നാവൊക്കെ സൂക്ഷിക്കുകയാണെങ്കിൽ കൽബ് വലിയ മടുത്തലാണ്. ലിസാനുക യഹ്മദുല്ലാഹ അസ്സ വജൽ, നിന്റെ നാവ് കൊണ്ട് അള്ളാഹിനെ ഇങ്ങനെ സ്തുതിക്കുന്നുണ്ട്. വഖൽബുക യഅ്തരിദു അലൈഹി, നിന്റെ കൽബ് അള്ളാഹിനെ ഇത്റാം ചെയ്യുന്നു. ളാഹിറുക മുസ്ലിമുൻ വബാത്തിനുക കാഫിറുൻ, ളാഹിർ നീ മുസ്ലിമാണ്, ബാത്തിന് കാഫിറാണ്. ളാഹിറുക മുവഹിദുൻ, ളാഹിർ മുവഹിദാണ്, പക്ഷേ ബാത്തിനുക മുശ്രിക്കുൻ, ബാത്തിന് ശിർക്കാണ്. സുഹുദുക അലാ ളാഹിരിക, നിന്റെ പരിത്യാഗമൊക്കെ ളാഹിറിലേ ഉള്ളൂ. ദീനുക അലാ ളാഹിരിക, നിന്റെ ദീനും പുറമേ കാണുന്നുള്ളൂ. ബാത്തിനുക ഖറാബുൻ, എന്റെ ഉള്ളു വളരെ കേടാണ്. കബയാലിൻ അലാ ബൈത്തിൽ മാൽ, അതായിൽ ഖലായിന ബൈത്തിൽ മാൽ എന്ന് പറഞ്ഞാല് തലപ്പുറം ഭാഗമുള്ള വെളുപ്പ് പോലെ. വഖുഫുൻ അലാ മസ്ബലത്തിൻ, തൊട്ടിയിലൊക്കെ കൊണ്ടിടുന്ന ഈ കവറുണ്ടല്ലോ, കവർ ഇങ്ങനെ വെളുത്ത് കിടക്കും, ആയിരിക്കണം കുഫിനർത്ഥം. അകം മിനുക്കാതെ പുറം മിനുക്കണ്ട, കക്കൂസയ്ക്കുള്ളൊരു രീതി നീ എടുക്കണ്ട. ഇതാക്കുന്ന ആക്കണ, നീ എങ്ങനെ ആയാലോ. ഖയ്യമ ശൈത്വാനു അലാ ഖൽബിക് വജഅലഹു മസ്കനൻ ലഹു, ശൈത്താന്റെ മസ്കനാക്കുന്നുണ്ട്. നിന്റെ കൽബിന്റെ മേല് ശൈത്താൻ വന്ന് ഖൈമ കെട്ടും, കൂടാരം കെട്ടി അവിടെ താമസിക്കും. പിന്നെ അവൻ ഒരാൾ വരും, പിന്നെ പലത് വരും, പിന്നെ പല ജാതി വരും, പിന്നെ പല കോലത്തിൽ വരും. ശൈത്താൻ വന്ന് കൂട് കെട്ടി താമസിക്കുന്നു എന്റെ കൽബിലെ. വാക്ക് അൽ-മുഅ്മിനു യബ്തദിഉ ബിഇമാറത്തി ബാത്തിനിഹി, മുഅ്മിനായ മനുഷ്യൻ ആദ്യം തുടങ്ങുന്നതിന്റെ ഉള്ളു ശുദ്ധിയാക്കലാണ്. സുമ്മ ബിഇമാറത്തി ളാഹിരി, പിന്നെ പുറം ശുദ്ധിയാക്കും. കല്ലദീ യഅമലു ദാറൻ, ആദ്യം വീടുണ്ടാക്കും. യുൻഫിഖു അല ദാഖിലി മിൻഹാ മബാലിഗ മിനൽ മാലി വബാബുഹാ ഖറാബുൻ, അതിന്റെ ഉള്ളൊക്കെ വളരെ കറക്റ്റാക്കി ഉള്ളിൽ ടൈൽസ് ഇട്ട് അങ്ങനാക്കി ഇങ്ങനാക്കി അതിന്റെ ഉള്ളിൽ സിമെന്റ് വെച്ച് അങ്ങനെ പിന്നെ വീട്ടിന്റെ വാതിൽ ഇതുവരെ ശരിയാക്കില്ല, വാതിൽ ഇപ്പോഴും ഖറാബാണ്. അപ്പൊ ഈ വീടിന്റെ പരിപൂർണ്ണ അങ്ങ് പൂർത്തിയാകുമ്പോൾ ഇത് ശരിയാക്കും. അപ്പൊ ഇതാ കമല ഇമാറത്തു ബാലിദാലിക് യഅമലു ബാബഹാ, അതേപോലെ ഉള്ളു നല്ല ക്ലിയറാക്കിയിട്ട്. ഹഖദാൽ ബിദായത്തു ബില്ലാഹി അസ്സ വജല്ല, അല്ലാഹുവിനെ കൊണ്ടുള്ള തുടക്കവും വരില്ലാഹു. സുമ്മൽ ഇൽതിഫാത്തു ഇലൽ ഖൽഖി ബിഇദ്നിഹി, അൽ ബിദായത്തു ബിതഹ്സീലിൽ ആഖിറ, സുമ്മ നതനാവലുൽ അഖ്സാമ മിനദ് ദുനിയ. ആദ്യം നമ്മളെ തുടക്കമൊക്കെ ആഖിറ നന്നാക്കട്ടെ, പിന്നെ ദുനിയാവ് ഇങ്ങനെ വന്നോളും ഞങ്ങൾക്ക് തോന്നും. المجلس التاسع. وقال رضي الله عنه بكرة الجمعة بالمدرسة 12 شوال سنة 45 و500 عن النبي صلى الله عليه وسلم إن الله لا يعذب حبيبه, അള്ളാഹു എൻ്റെ ഇഷ്ടദാസനെ അദാബ് ചെയ്യില്ല. വലാകിൻ ഖദ് യബ്തലി, പരീക്ഷണങ്ങൾ നടത്തും. അദാബ് ചെയ്യാൻ കൊന്നുകളയാന്നല്ലേ, അല്ലെ മുറിച്ച് കളയാ, അതൊന്നും ചെയ്യും.